എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി കിഴക്കമ്പലം 2020 പഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഗോൾഡൻ പ്രോപ്പർട്ടീസിലേക്ക് ഹാർദവമായ സ്വാഗതം. കിഴക്ക് ദർശനത്തോടുകൂടി വരുന്ന ഒരു വീടാണ്. നല്ല രീതിയിലുള്ള ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ എലിവേഷൻ. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും ദൂരത്തായാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വീട് നിൽക്കുന്നത്. വീടിന്റെ മുന്നിലായി നമുക്ക് കാണാം ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡുകൾ കാണാൻ കഴിയും. ഇന്റർലോക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. ചുറ്റുമതിലെല്ലാം സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളൊരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റ് തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു മുറ്റത്തേക്കാണ്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കിണറിന്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ഈ വീടിന്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ചുറ്റുഭാഗങ്ങളിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് വരാം. ഡോറിൻ്റെയും വീടിൻ്റെയും ഡയറക്ഷൻ വരുന്നത് ഈസ്റ്റ് ഡയറക്ഷൻ തന്നെയാണ്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഫ്രണ്ടിലെ ഡോർ ചെയ്തിട്ടുള്ളത് സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറാണ്. ഇവിടെയും സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് ഈ ഒരു ഭാഗത്തായാണ് വീടിൻ്റെ ലിവിംഗ് ഹോള് വരുന്നത്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന നല്ലൊരു സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹോളിൽ ലഭ്യമാണ്. ഇവിടെയെല്ലാം സീലിംഗ് ഫാൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. നല്ല ലൂവർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയാണ് ആ ഒരു TV യൂണിറ്റിൻ്റെ നിർമ്മാണം. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഡിസൈനോട് കൂടി വരുന്ന ടൈലുകൾ തന്നെയാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഡൈനിങ് ഹാളിലേക്ക് എൻട്രി വരിക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭ്യമാണ്. മനോഹരമായി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വോൾ ഫാനെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ സീലിംഗ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും കിച്ചണിലേക്കാണ് പ്രവേശിക്കേണ്ടത്. നേരെ കാണുന്ന ഈ ഒരു സ്പേസിലായാണ് കിച്ചൺ വരിക. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കിൻ്റെ മുകളിലെ ഷീറ്റ് കീറി കളയാനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ വർക്ക് അവിടെ കാണാൻ കഴിയുക. ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കിച്ചണിലാണ് നിൽക്കുന്നത്. പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന സ്പേസും ലഭിക്കുന്നുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെയും സീലിംഗ് ഫാനും ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 ഭിത്തിയിലും വിൻഡോയും കാണാം. ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ആ ഒരു കബോർഡ് വർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാത്റൂം നിർമ്മിച്ചിട്ടുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും വരുന്ന രീതിയിൽ സെറ ബ്രാൻഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഹോളിലേക്ക് വരാം. നല്ലൊരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്റ്റെയറിൻ്റെ ഫ്ലോറിനായി വുഡൻ ഫിനിഷിന് വരുന്ന മാറ്റ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് കയറി നമുക്ക് 1ാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ അവിടെയായി ഒരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇവിടെയും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 1800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂം വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീട് തന്നെയാണ്. മുകളിലെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങളെ ഇപ്പോൾ ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് കൂടി ലഭിക്കുന്ന ഒരു ഏരിയയാണ്.
ഇപ്പോൾ നമ്മൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. അത് ഇവിടെയാണ് വരിക. ഇത് ഏകദേശം ഒരു 110 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇനി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലായി 4 വീടുകൾ മാത്രമേ സെയിലിനുള്ളൂ. ബാക്കിയുള്ള വീടുകളെല്ലാം സെയിലായി കഴിഞ്ഞു. ഇനി ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 3.5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 69 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.